ഞാൻ തരികിട നീ തരികിട ഇവൻ തരികിട അവൻ തരികിട ഞാൻ തരികിട നീ തരികിട ഇവൻ തരികിട അവൻ തരികിട ഞാനും നീയും ഇവനും അവനും നമ്മാനും മാലോ എല്ലാം തരികിടതോ എല്ലാം തരികിടതോ ഞാനും നീയും ഇവനും അവനും നമ്മാനും മാലോ അവനും എല്ലാം തരികിടതോ എല്ലാം തരികിടതോ പൊതുജനത്തിൽ പല പല വിധം അതിലിവരൊരു വേഷം സകലരും ഒരു പെരുവയലിന് പൊരുതിടുമൊരു വേഷം അടിപതറിടും പല വഴികളിൽ അടവുകളുടെ വേഷം താം തരികിട ധീം തരികിട തോം തരികിട ധം തരികിട താം തരികിട ധീം. Mrs. and Mr. Daniel Murupel, Lindsay Villa, തെക്കൻ KEA. മാന്യരെ, ഞങ്ങളുടെ മകൻ ലവിൻ വിവാഹിതനാവുകയാണ്. വടക്കൻ KEAയിൽ ജെസ്സി വില്ലയിൽ ശ്രീമതി ജെസ്സിയുടെയും ശ്രീമാൻ സാക്കിന്റെയും മകൾ റിച്ചുവാണ് വധു. ജൂൺ 6-ാം തീയതി കുവൈറ്റ് സാൽമിയയിലെ ഹോളിഡേ ഇന്നിൽ വൈകുന്നേരം 9-നും 9:30-നും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിലാണ് വിവാഹം. ഈ മംഗളകർമ്മത്തിലേക്ക് താങ്കളുടെയും കുടുംബത്തിന്റെയും സാന്നിധ്യം സവിനയം ക്ഷണിച്ചു കൊള്ളുന്നു. ഹലോ, അതെ അതെ, ഞങ്ങൾ പയ്യന്റെ സൈഡിൽ നിന്ന് ആൾക്കാർ പുറപ്പെട്ടു കഴിഞ്ഞു. സമയാകാറായി, പെട്ടെന്ന് പുറപ്പെട്ടോ. പെണ്ണിന്റെ സൈഡിൽ നിന്ന് കലാപരിപാടികൾ സംഘടിപ്പിക്കാൻ ഒരാളെ ഏൽപ്പിച്ചിരുന്നല്ലോ. അയാൾ പഴവും മാലയും വാങ്ങാൻ പോയിട്ട് ഇവിടെ. ഒരു മിനിറ്റ്, കലാപരിപാടികൾ സംഘടിപ്പിക്കാനുള്ള മെയിൻ താരം രജനി അങ്ങ് ബാംഗ്ലൂരിൽ പോയിരിക്കുക. മുങ്ങി ഒറ്റയ്ക്ക് ഓടിച്ചാടി ഇത്രയൊക്കെ ചെയ്ത പാട് എനിക്കറിയാം. എന്നിട്ട് മാല പൊക്കിയ എവിടെ? പണ്ട് മാല പൊക്കിയതിനല്ലേ പോലീസ് എന്നെ പൊക്കിയത്. അത് പോട്ടെ, താൻ എന്തിനാ മാല എടുത്ത് കഴുത്തിലിട്ടത്? ആകപ്പാടെ എനിക്ക് 2 കൈയല്ല ഉള്ളൂ. എടോ, മാല മാത്രമേ ഉള്ളൂ, പൊക്കയോ? ഇന്നാ പൊക്ക്. അയ്യേ എടോ, അതല്ല എന്റെ ഉടുപ്പ് പൊക്കാൻ. അതെ, നിങ്ങൾ വളരെ പ്രമാദമായി അതൊരു പാചകക്കാരനെ കൊണ്ടുവരുന്നെന്ന് പറഞ്ഞിട്ട് എവിടെ? വിളി, ഈ പഴം എടുത്തോണ്ട് പോകാൻ പറ. ഗഫൂർ ഖാൻ ശ്രമിക്കുക. അസ്സലാമലൈക്കും. വലൈക്കും സലാം. മോനെ, എന്നെ വിളിച്ചടാ. റമീലിക്ക, നിങ്ങൾ ഇതുവരെ നാടോടിക്കാട്ടിലെ ഡയലോഗ് വിട്ടില്ല. എന്താണ് പോയ ഒരുമാതിരി തട്ടത്തിൽ മറയത്ത സ്റ്റൈല്? തട്ട ഒരു വീക്ക്നെസ് ആണല്ലേ. ഞാൻ ചിക്കൻ്റെ ആളാ. അതെ റമീലിക്ക, ബിരിയാണി വെച്ചാണോ നോൺ വെച്ചാണോ? ആര് വെച്ചാലെന്താ, എനിക്ക് തിന്നാ പോരെ. സമയമാകുമ്പോ വിളിക്കാൻ അങ്ങോട്ട് വാ. അല്ല ചേട്ടന്മാരെ, നിങ്ങളെന്താ ഇങ്ങനെ ഈ കയറുകൊണ്ട് കെട്ടിയിട്ടിരിക്കുന്നത്? നിങ്ങൾ കയറാമീ സ്ഥലത്തുകളാ? അങ്ങനല്ല ഭായി, ഞങ്ങളെ ജോയിന്റ് ആണ്. ഇത് ജനറല്, ഞാൻ ജോയിന്റ്. അതാ ഇങ്ങനെ ഒരു ജോയിന്റ്. ആട്ടെ, നിങ്ങൾക്കുണ്ടല്ലോ കയറ്. അറ്റത്താരില്ലേ? എന്റെ മാഷ, ഞാൻ പറഞ്ഞില്ലേ, ഇതെല്ലാം അറേഞ്ച് ചെയ്യാനുള്ള ആളങ്ങ് ബാംഗ്ലൂരിൽ പോയിരിക്കുക.
ഞാൻ ആക്ച്വലി ജോയിന്റാ. കയറിന്റെ മറ്റേ അറ്റം അങ്ങ് ബാംഗ്ലൂരില. എന്തൊക്കെയോ ചെയ്യാൻ പറഞ്ഞായിരുന്നു. ഓ, ഞാനൊന്ന് വിളിക്കട്ടെ, ഒരു മിനിറ്റ്. ഹലോ. ഹലോ രജനി. ഹലോ അനിൽ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഒരുക്കങ്ങളെല്ലാം ആയോ? ഇവിടെ എന്തൊക്കെയാ ചെയ്യാൻ പറഞ്ഞിരുന്നത്? എനിക്കൊന്നും ഓർമ്മയില്ല. എന്തൊക്കെയോ ഒരു കൺഫ്യൂഷൻ. ഓ അനിൽ, ഇതൊക്കെ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാ. പെൺകുട്ടിയുടെ സൈഡിൽ നിന്ന് കാര്യങ്ങളെല്ലാം നോക്കി നടത്തേണ്ട ഉത്തരവാദിത്വം നമുക്ക്. അവരാണെങ്കിലോ വലിയ പെർഫെക്ഷനിസ്റ്റാണ്. ഞാൻ 2-3 ബോക്സസ് നിറയെ സാധനങ്ങൾ തന്നില്ലേ? അതില് താലപ്പൊലിക്കുള്ള പ്ലേറ്റ്സ് ഉണ്ട്, നിലവിളക്കുണ്ട്, പൂക്കലയുണ്ട്. ഇതെല്ലാം എടുത്ത് സ്റ്റേജിൽ അറേഞ്ച് ചെയ്യും. പെട്ടെന്ന് വേണം, അവർക്ക് എത്താനായി. ശരി. എന്നാ ബൈ. വലിയ കലാപരിപാടികളുടെ ആളുണ്ട്. കല്യാണ കുറിപ്പിക്ക് എന്തൊക്കെയാ ചെയ്തിരിക്കുന്നത്? എന്തൊക്കെയാണെന്നോ? കല്യാണത്തിന് മൂടി കൂട്ടാൻ സ്പെഷ്യലായിട്ട് ആളിനെ കൊണ്ടുവരുന്നുണ്ട്. അങ്ങ് ബോളിവുഡിൽ നിന്നാ. ആര്? കിങ് കോങ്ങോ? അല്ലെന്ന്, ഷാരൂഖ് ഖാൻ. ഇയാൾ ഇതൊന്നും കണ്ടിട്ടില്ലേ? ഇതോ അങ്ങോട്ട് നോക്കണോ. ഓ, ഇനി എനിക്ക് മനസ്സിലായി. ഒരു കാര്യം ചെയ്യും, വൈകിട്ട് പെൺകുട്ടി അടുക്കള പോകുമ്പോ ഇയാൾ കൂടെ വിളിച്ചു. വണ്ടിയിൽ നിന്ന് കബോർഡ് ഇറക്കി വെക്കാനേ ഒരാളായല്ലോ. അതെ, നിങ്ങളുടെ പെൺകുട്ടികളൊക്കെ ഒരു കഴിഞ്ഞില്ലേ? വിളിക്ക് സമയമായി. നമ്മുടെ പെണ്ണുങ്ങളുടെ ഒരുക്കമല്ലേ, ഇപ്പൊ ശരിയാക്കി തരാം. ജെസ്സി ചേച്ചിയെ, മോട്ടെ ഒരുക്കം കഴിവില്ലേ? ചെറുക്കം കൂട്ടുന്നത് വരാറായി. അല്ലേ അനിൽ, പോവല്ലേ? ഇങ്ങോട്ടൊന്ന് വന്നേ. ഈ സാരി എങ്ങനെയുണ്ട്? 50,000 രൂപയുടെ സാരിയാണ്. കാഞ്ചീപുരത്തുനിന്ന് നേരിട്ട് വരുന്നതാ. ഷാരൂഖ് ഖാനൊക്കെ വരുന്നുണ്ടോ? പെണ്ണിന്റെ അമ്മയാണല്ലേ? അതോ ഷാരൂഖ് ഖാനെ കാണാൻ വന്നോ? നിങ്ങൾ എന്തിനാണ് മാഡം അയാളെ കൊണ്ട് വെറുതെ പറയിപ്പിക്കുന്നത്? ഷാരൂഖ് ഖാൻ മുമ്പുണ്ടോ? നിങ്ങളുടെ സാറിന് എനിക്ക് അറിയാവുന്നതല്ലേ. ഒരിത്തിരി പിശുക്കനൊക്കെ ആണെങ്കിലും സാറിന് കൊച്ചു സുന്ദരനാ. അതെ, ഇതാ പെണ്ണിന്റെ അപ്പൻ. പക്ഷെ ഒരു കാര്യം, പൈസയുടെ കാര്യം ചോദിക്കുമ്പോ ഭയങ്കര ഞെരുക്കവാ. എന്നാലെന്താ, ഇവരുടെ എല്ലാം പൈസ സൂക്ഷിക്കുന്ന എന്തുവന്നൊരു ആ പേര്, ട്രഷറർ. അതാ പുള്ളി അല്ലേ? അപ്രൂവ് ചെയ്ത ബഡ്ജറ്റിനുള്ളിൽ തന്നെയല്ലേ കാര്യങ്ങളൊക്കെ നടക്കുന്നത്? ഹലോ, എന്താ? ആളില്ലെന്നോ? ഈ അവസാന നിമിഷത്തിൽ ഞാൻ ഇനി എവിടെന്നാ പരികരങ്ങൾ തപ്പിയെടുത്തോണ്ട് വരിക? അതെ, ആക്ച്വലി എന്താ നിങ്ങളുടെ പ്രശ്നം? എടോ, കർമ്മം നടത്താൻ വരാമെന്ന് പറഞ്ഞ നമ്പൂരി സുതലത്തിലോ കാർണിവലിലോ അതോ 99 അടിച്ച് എവിടെയോ കിടക്കുവാണെന്ന് ഞാൻ പെട്ടു മോനെ. അതെ, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ നമ്പൂതിരിയെ വിളിക്കാം. അത്യാവശ്യം കർമ്മങ്ങളൊക്കെ അറിയാം. പക്ഷെ തിരക്കുള്ള ആളാണ്. ഞാൻ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞാൽ വരും. ദേ, അനിലിനറിയാം. അനിൽ എന്ത് വിളിച്ചേ? ഞാൻ ആ താല്പര്യയുടെ കാര്യം നോക്കട്ടെ. അണ്ണ ഒന്ന് സമാധാനപ്പെടുക. ഒരാളുണ്ട്, നമ്മുടെ ഗോഡ ആശ്രമത്തില് ഗോഡ സമാധിയിലിരിക്കുന്ന ഗോഡ നമ്പൂതിരിയെ ഞാൻ കൊണ്ടുവരാം. പക്ഷെ ആവശ്യത്തിന് 99 കരുതിക്കോ, ഇല്ലെങ്കിൽ നമ്മുടെ നമ്പൂതിരി ഗോഡ ഗോഡ ഗോഡ
അല്ല, നമ്മളിവിടെ സ്പെഷ്യൽ എഫക്ട്സ് ചെയ്യാൻ ഒരു സ്പെഷ്യൽ ഇവന്റ് കൺവീനറിനെ വെച്ചിരുന്നല്ലോ, അയാളെവിടെ? ഒരു പണി എടുക്കാതെ അവിടെ എവിടെ കറങ്ങുന്നുണ്ടാവും. ആ വരുന്നു. അത് ശരി, ഞങ്ങളും ഒരാളിനെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. ദാ വരുന്നു. ഇതെന്താ ഈ മണ്ഡപം ഇവിടെ ഇരിക്കുന്നത്? ഇതെടുത്ത് അങ്ങോട്ട് മാറ്റിക്കേ. അതെ, നിങ്ങളുടെ തെക്കൻ കേയിൽ അങ്ങനെ ആയിരിക്കും. ഇതേ വടക്കൻ കേയാണ്. ഞങ്ങൾ പെണ്ണിന്റെ ആളുകൾ തീരുമാനിക്കും എവിടെ വേണമെന്ന്. മണ്ഡപം ഇവിടെ തന്നെ മതി. എനിക്കിഷ്ടമാണ്. നമ്മുടെ പയ്യനെ കുട്ടൻ ദേ എത്തി. ഇതെന്താ പയ്യനോട് അപ്പനും ഇല്ലേ? അതെ, അവർ കുറെ നാളെ തമിഴ്നാട്ടിലാണ്. അവിടെ അമ്മയ്ക്കാണോ പ്രാധാന്യം. അമ്മ ദാ വരുന്നു. എല്ലാരും എത്തി. ചെക്കൻ്റെ അച്ഛൻ അങ്ങ് ലഡാക്കിൽ മിലിറ്ററിയില് പുറപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ഇങ്ങെത്തും. അമ്മ, എനിക്ക് ആ പെണ്ണിനെ ഒന്ന് കാണണം. അപ്പോ നമുക്ക് ചടങ്ങിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങാം. കെട്ടുമേളക്കാരൊക്കെ വന്നോ? കെട്ടുമേളോ ഒരുക്കമൊക്കെ അവിടെ നിൽക്കട്ടെ. കെട്ട് നടക്കണമെങ്കിൽ തരാമെന്ന് പറഞ്ഞ സ്ത്രീധനത്തിന് ബാക്കി തുക തന്ന് തീർത്തിട്ടും മതി. അതെ, വെറുതെ അല്ല ഞാൻ നേരത്തെ ഇങ്ങ് എത്തിയത്. എന്നാൽ ഞാനതൊരു സ്പെഷ്യൽ ഇവന്റ് ആക്കട്ടെ. അതെ, ഞാൻ പയ്യന്റെ അപ്പം വന്നിട്ട് പറയാനിരിക്കുകയായിരുന്നു. ഈ വർഷം സ്പോൺസേഴ്സ് കുറവായതുകൊണ്ട് പ്രതീക്ഷ വരുമാനം ഉണ്ടായില്ല. ആ പടിഞ്ഞാറേക്കരക്കാരൻ സിൽവർ ജൂബിലി ആണെന്ന് പറഞ്ഞ് സ്പോൺസേഴ്സിനെ മൊത്തത്തിൽ അടിച്ചു മാറ്റി. ഇരിക്കുന്നവർക്ക് എല്ലാം അറിയാവുന്ന കാര്യങ്ങൾ. എന്റെ കഴിവിന്റെ മാക്സിമം ബഡ്ജറ്റ് ഞെരുക്കിയിട്ടാണ് ഇത്രയെങ്കിലും ഞാൻ തന്നത്. ഒരു മംഗളകർമ്മം നടക്കുന്നതിന്റെ ഇടയിൽ അതിന്റെ ഒരു സ്ത്രീധനം പലിശ കാണും. ഒന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾ എന്താ മനുഷ്യ ഒരുമാതിരി ഈസി മീറ്റിംഗിലെ പോലെ ഒരു സ്നേഹം ഇല്ലാതെ ഇതിനകത്തെന്താ കല്യാണം? ഈ ലേഡി എന്റെ പെണ്ണെ, ഇവിടുത്തെ ഫസ്റ്റ് ലേഡി. ഒരു വർഷമായിട്ട് ഈ കാണുന്ന മുഴുവൻ ജനതയുടെ കമാൻഡറാണ് ഞാൻ. ലൈക് പ്രസിഡന്റ് ഓഫ് അമേരിക്ക. 1999 ഞാൻ പാകിസ്ഥാന്റെ ബോർഡറിലായിരിക്കുമ്പോഴായിരുന്നു കാർഗിൽ യുദ്ധം. അന്നത്തെ യുദ്ധത്തിൽ ഞാൻ ഒറ്റയ്ക്ക് നിന്നാണ് പാകിസ്ഥാനെ തുരുത്തിയത്. പിന്നെയും എത്രയെത്ര യുദ്ധങ്ങൾ.
മനസ്സിലായി. ഞങ്ങൾക്ക് കൊണ്ടൊരു മിലിറ്ററി. ജസ്റ്റ് നമ്മുടെ ക്യാപ്റ്റൻ പിന്നെ ഒന്ന് വിളിച്ചത്. Ex-military. I'm an ex-officio, you know. ഒന്ന് പോ മനുഷ്യൻ. ഒരു എക്സം വഴി വന്നേക്കുന്നു. പണ്ടങ്ങാണ്ട് കമ്മിറ്റിയിലുണ്ടായിരുന്നു പറഞ്ഞു. ഇപ്പോഴും എക്സ് ആണെന്നാണ് വിചാരം. ആയിട്ടില്ല, കുറച്ച് സ്ത്രീധനമാക്കിയ പ്രശ്നമാണ് സർ. ഒരു വഴിയുണ്ട് സർ. ഇത് അവരുടെ കൂട്ടത്തിൽ മാറി നിൽക്കുന്ന ഒരു പെണ്ണിനെ കണ്ടോ? പയ്യന്റെ പെങ്ങളാണ്. സ്ത്രീധനം കൊടുക്കാനില്ലാത്തതുകൊണ്ട് കുറെ ആലോചനകൾ ഇങ്ങനെ മുടങ്ങി കിടക്കുക. ആ കൊച്ചിനെ കെട്ടിക്കാണ് ഇവര് സ്ത്രീധനത്തിന് ഇത്രയും കടുംപിടുത്തം പിടിച്ച് കാണിക്കുന്നത്. നമ്മുടെ മോനെ കൊണ്ട് ആ കൊച്ചിനെ അങ്ങോട്ട് കെട്ടിച്ചാല് ഒരു മാറ്റക്കല്യാണമാവും. കൊടുക്കാനുള്ള സ്ത്രീധനവും കിട്ടാനുള്ള സ്ത്രീധനവും കൂടെ അങ്ങ് ക്യാൻസൽ ആവുകയും ചെയ്യും. എങ്ങനുണ്ട്? നിങ്ങളുടെ മോൾക്ക് ഒരു ചെറുക്കനല്ല. എനിക്ക് ഈ മോള് മാത്രമല്ല, കല്യാണപ്രായമായ ഒരു മോനും കൂടെ ഉണ്ട്. സുന്ദരനാണ്, സുമുഖനാണ്, സൽസ്വഭാവിയുമാണ്. സ്പോർട്സിലെ താരമാണവൻ. ക്രിക്കറ്റ് കളിക്കും, ഫുട്ബോൾ കളിക്കും, വോളിബോൾ കളിക്കും. ഈയിടെ വന്നിട്ട് ലേഡീസ് ത്രോബോൾ വരെ കളിച്ചെന്നാ പറയുന്നത്. ഈ ഏരിയയിൽ ഞാൻ അറിയാത്തൊരു സ്പോർട്സ് പേഴ്സൺ. അറിയില്ലേ? ഇവിടുത്തെ സ്പോർട്സ് താരമാണ്. അല്ല, താൻ ആരാ? ഞാനോ? ഞാൻ ഇവിടുത്തെ ഏരിയ റപ്പാ. അല്ലല്ല, ഞാനാ ഇവിടുത്തെ ഏരിയ റപ്പ്. അതെ, ഞാനല്ലേ ഇവിടുത്തെ ഏരിയ റപ്പ്. കാര്യങ്ങൾ ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആക്കല്ലേ. ഞാനൊരു വഴി ആലോചിക്കട്ടെ. Cindy, I spoke to James. Here is what you do. Send James the detail, the call number of the supplier. Call the supplier, tell him James' number. Tell him to call James, dispatch the thing to him. It should get there tomorrow. James will call that number tomorrow and ask. James is a little busy with things, but doesn't matter. Pull it a flat in, he will arrange that it is collected and he will bring it. കൂടുതൽ complicated ആക്കണ്ട. Tell the supplier James' details, James' call number. Tell him to coordinate with him and dispatch it there tomorrow without fail. ഇത് കേട്ടോ? നിങ്ങൾ എല്ലാം ഏരിയ റപ്പാ. നീ ഒരു കാര്യം ചെയ്തോ. സാൽമിയെ എടുത്തു, നീ അബ്ബാസിയെ എടുത്തു, നീ റിഗ, നീ ഫാഹിൽ മംഗഫ് എടുത്തു. അതെ, എന്റെ മോനെ നിങ്ങളുടെ മോൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമുക്കൊരു മാറ്റ കല്യാണമാകാം. മോനെ വിളിക്കും. മറ്റേ കല്യാണത്തിന്റെ കാര്യം അവിടെ വെക്കട്ടെ. നിങ്ങളുടെ മോളെ ഞാൻ കണ്ടോളാം. ഇപ്പൊ ഈ കല്യാണം നടക്കട്ടെ. മുഹൂർത്തമായി. അച്ഛനാണ് പോലും അച്ഛൻ. ഒരു വർഷം കഴിയുമ്പോൾ ഒന്ന് വരും. കുട്ടിക്കാലത്ത് അച്ഛനെ കാണാതെ ഞാൻ കഴിയുമ്പോൾ പള്ളിയിൽ അച്ഛനെ കാണിച്ചു തരാറുണ്ട് എന്റെ പൊന്നമ്മ. ഇപ്പോൾ നിങ്ങൾ ആരെയും എന്റെ പെണ്ണിനൊന്ന് കാണിച്ചു തരും പ്ലീസ്. നിർത്ത്. ദാ നമ്മുടെ പരിയർമ്മ എത്തി. ചടങ്ങുകൾ തുടങ്ങാൻ സമയമായി. എല്ലാവരും ഒരുങ്ങ. നാം കർമ്മങ്ങളൊക്കെ തുടങ്ങാൻ പോണു. കൈ അടിച്ച് കാക്കി അങ്ങോട്ട് വിളിക്കുക.
അതെ നമ്മൾ റെഡിയാ. എന്നെ നമ്മൾ വിളിച്ചത് അവൻ വരികയാണ്, അവൻ രഥത്തിലേറി വരികയാണ്. ഞാനാണ് മണവാളൻ, അവനല്ല. അവളാണ് വരേണ്ടത്. പെണ്ണിനൊന്ന് വിളിക്കൂ. ചേട്ടാ, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും മിക്കവാറും കല്ലേറ് കിട്ടും. നമുക്കൊരു സ്പെഷ്യൽ ഇവന്റ് ആക്കിയാലോ? ഏത് കല്ലേറ് നടക്കില്ല. ഏറായിക്കൊണ്ട് അതൊരു സ്പോർട്സ് ഐറ്റമാണ്. അത് എന്റെ വകുപ്പാണ്. സ്പോർട്സ് കമ്മിറ്റിയുടെ അണ്ടറിൽ തന്നെ വേണം. അതെ, ഞങ്ങൾക്കൊരു കാര്യം അറിയാനുണ്ട്. പെണ്ണിന് ഡാൻസും പാട്ടും ഒക്കെ അറിയാമോ? അമ്മേ, എനിക്ക് ആ പെണ്ണിനെ ഒന്ന് കാണണം പ്ലീസ്. ഒന്നല്ലേ, നീ ഒരു എഞ്ചിനീയർ അല്ലേടാ, വേല കളയല്ലേ. ഞങ്ങളുടെ കൊച്ചു പാടും ഡാൻസ് ചെയ്യും. നിങ്ങളുടെ ചെറുക്കിന് എന്തറിയാം? ഞങ്ങളുടെ ചെറുക്കൻ മാത്രമല്ല, ഞങ്ങൾ കുടുംബമായിട്ട് ഡാൻസുകാരാണ്. നമുക്ക് ആ ഡാൻസ് ഒന്ന് ചെയ്താലോ? ഏത് ഡാൻസ്? അന്ന് കാശ്മീർ വെച്ച് കളിച്ചപ്പോ പാകിസ്ഥാനിൽ കണ്ടു പേടിച്ചോടിയ ഡാൻസ്. യെസ് സർ. അതെ, ഒരു കല്യാണത്തിന്റെ ചടങ്ങിനായിട്ടാണ് നിങ്ങളെ ഇങ്ങോട്ട് വിളിച്ചത്. അപ്പോ പെണ്ണിനെ കൂടെ ഇറക്കുക. ഇറക്കാനെന്താ, തെങ്ങിന്റെ മണ്ടലാണ് പെണ്ണിരിക്കുന്നത്. പെണ്ണിനെ വിളിക്കുക. ആ പെണ്ണിന്റെ ഭാഗത്ത് നിന്ന് ആശീർവദിക്കാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലേ ഇങ്ങോട്ട് കയറി വന്നോളൂ. ഇവിടെ ഇവിടെ പെണ്ണിന്റെ ഭാഗത്ത് നിന്ന് സംസാരിക്കാനേ ഞങ്ങൾ രണ്ടുപേരുണ്ട്, വേറെ ആരും വേണ്ട. അതിന് പെങ്ങളെ, നിങ്ങൾ ചെറുക്കം കൂട്ടേണ്ട ആളല്ലേ? അയ്യടാ, ഞാനേ ലേഡീസിന് വേണ്ടി സംസാരിക്കുന്ന ആളാണ്. അതല്ലേ, നിങ്ങൾ പയ്യൻ കൂട്ടിൽ എങ്ങനെയാ പെണ്ണിന്റെ ആളാകുന്നത്? അതെ, ഞാനാ ഇവിടുത്തെ ലേഡികൾ, ലേഡീസിന് വേണ്ടി സംസാരിക്കുന്ന ലേഡികൾ. ആ ഞാനല്ലാതെ പിന്നെ ആരാ പെണ്ണിന്റെ ഭാഗത്ത് നിന്ന് സംസാരിക്കേണ്ടത്? താൻ ആരാണെന്ന് തനിക്കറിയില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്കണം താൻ ആരാണ്. പിന്നെ ഞാൻ ആരാണെന്ന് എനിക്കറിയില്ലെങ്കിൽ ഞാൻ തന്നോട് ചോദിക്കണം ഞാൻ ആരാണ്. അല്ല മക്കളെ, പെട്ടെന്ന് നിക്കാഹ് കഴിഞ്ഞിട്ട് വാ, ബിരിയാണി കഴിക്കാം. പെൺകുട്ടിയെ വിളിക്കണം. ഒരു നിമിഷം നിൽക്കണേ, എന്റെ പെണ്ണും കൂടെ ഇതാ ഇങ്ങോട്ടൊന്ന് വന്നോട്ടെ. ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരുന്നീ. കൂട്ടുകൂടി കിളങ്ങി നീ
സോറി ഞങ്ങൾ ലേഡീസ് എല്ലാരും കൂടി ഒരു ഫിലിമിന് പോയിരുന്നു. അതാ ഇത്ര ലേറ്റ് ആയ. ഒരു കല്യാണം നടക്കണോ? ഫിലിമും മണ്ണാങ്കട്ടെ. അവിടെ കല്യാണമായിരുന്നു. കല്യാണം, പാലുകാച്ചൽ, കല്യാണം. അവസാനം ഞങ്ങളുടെ ചിറകൊടിച്ചു. കല്യാണത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഓർത്തെ, എവിടെ കെട്ടുമേളം? വെയിറ്റ്, നമ്മുടെ ബോളിവുഡ് സെലിബ്രിറ്റി ദാ വരുന്നു. Oh my God! ഷാരൂഖ് ഖാൻ എവിടെ? ഏകദേശം അതുപോലേക്ക് ഇരിക്കും. ഖന്ന, രാജേഷ് ഖന്ന, രാജേഷ് ഖന്ന, നമ്മുടെ ഡേറ്റാ മാനേജ്മെന്റ് രാജേഷ് ഖന്ന വരുന്നു. अब तो मेरा दिल जागे न सोता है, क्या करूँ भाई, कुछ होता है, क्या करूँ भाई, कुछ ആ നിൽക്കുന്നു രണ്ട് വരന്മാർ. ഇത് നോക്കി പഠിക്കൂ. കണ്ടവന്റെ സ്പെഷ്യൽ ഇവന്റ് ഇതാണ് പറയുന്നത്. ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗെ ഗു ലേ ജായേംഗി. എന്ത് പണ്ടാരും അങ്ങനെ അതും മംഗളമായി. നമുക്കേ എന്നാ കല്യാണ ചടങ്ങുകൾ അങ്ങോട്ട് തുടങ്ങിയാലോ? സർ വെയിറ്റ്, അപ്പോൾ ഞങ്ങൾക്കും വേണ്ടി ഒരു കല്യാണം, ഒരു ജീവിതം. ചേക്ക, നീ ഒന്ന് അടങ്ങ്. നീ ഒരിത്തിരിയുടെ മൂക്കാനുണ്ടേ. ഇതെന്താ ഒരുമാതിരി പ്രസിഡന്റിന്റെ വീറ്റോ പോലെ? എന്റെ പുറകെ എത്ര പേരാ വെയിറ്റിംഗ് ലിസ്റ്റിൽ അറിയാമോ? ഓക്കോ, എത്ര പേരാ? ദാ നോക്ക്. എല്ലാരും ഒന്നും കൂടെ നിർത്തുക. ഈ ചടങ്ങ് നമ്മുടെ കഴിഞ്ഞിട്ട് വേണം 99 രണ്ടെണ്ണം അങ്ങോട്ട് വീശാനേ. കെട്ടുമേളം. കണ്ണാളം കെട്ടുന്നുണ്ടല്ലോ, അത് നിന്നെ കൂട്ടാനാണല്ലോ. പിന്നെ ജീവിതം അല്ല, ലഡാക്കിൽ കുപ്പിയൊന്നും കൊണ്ടുവന്നിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ അതും ഒരു സ്പെഷ്യൽ ഇവന്റ് ആക്കാം. You see, when I was in North Korea, after every gunshot, we used to have one declaration. കൊറിയയിലെ യുദ്ധം, അതാണ് യുദ്ധം. ഇവിടൊക്കെ എന്ത് യുദ്ധം? യെസ്, എനിക്കും അത് ശരിയാണെന്ന് തോന്നുന്നു. I strongly recommend some amendments to the constitution and bylaws immediately. പ്ലീസ്, അമെന്റ്മെന്റും കോൺസ്റ്റിറ്റ്യൂഷനും പറഞ്ഞ അകത്ത് ഞങ്ങൾ 1.5 മണിക്കൂർ കാണണം. ഇനി സമയം വേസ്റ്റ് ആക്കരുത്. ഓക്കെ. പ്രിയപ്പെട്ടവരെ, എത്രയോ മംഗളകർമ്മങ്ങളാണ് നമ്മൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ചെയ്തു തീർത്തത്. ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങളെ ചുമതലപ്പെടുത്തി ഞങ്ങൾക്ക് വേണ്ടിയ സഹായം ചെയ്തു തന്ന നിങ്ങൾ ഓരോരുത്തർക്കും എന്റെയും കൂട്ടുകുടുംബത്തിന്റെയും ഹൃദയം നിറഞ്ഞ 1000 നന്ദി. ബിജി, ദീപു, ജാക്ക്, കോൾട്ടി, ഡെൻ, കൃഷ്ണൻ, രാജേഷ്, എടാ അനി, പിള്ളേരെ, ഈ മംഗള ദിവസം നമുക്ക് ഒരു മംഗളഗാനം പാടിപ്പിരിയാം. മംഗളങ്ങൾ വായിക്കൊരു ചൊരിയാം നമുക്കിലെ മധുര വാസന്തരാ. അക്കിലൊക്കെ വിരിച്ചറിയിരുത്താൻ ഇവരുടെ കല്യാണ പാട്ടുപാടുടങ്ങാം. താരഹാരമണിഞ്ഞരാ
ഞാൻ തരികിട നീ തരികിട ഇവൻ തരികിട അവൻ തരികിട ഞാൻ തരികിട നീ തരികിട ഇവൻ തരികിട അവൻ തരികിട ഞാനും നീയും ഇവനും അവനും ഞമ്മാനും മാലോനവനും ഇളന്തരിടതോ ഇളന്തരിടതോ ഞാനും നീയും ഇവനും അവനും ഞമ്മാനും മാലോനവനും ഇളന്തരിടതോ ഇളന്തരിടതോ പൊതുജനങ്ങൾ പല പല വിധം അതിലിവരൊരു വേഷം സകലരും ഒരു ചെറുവയലിന് പൊരുതിടുമൊരു വേഷം അടിപതറിടും പല വഴികളിൽ അടവുകളുടെ വേഷം താം തരികിട തീം തരികിട തോം തരികിട നം തരികിട. അതെ ഞങ്ങൾ കാര്യം അറിയാറുണ്ട് പെണ്ണിന് ഡാൻസ് പാട്ടൊക്കെ അറിയാമോ? നിങ്ങൾ എന്താ മനുഷ്യന്മാർ ഈസി വീട്ടിലെ എക്സും വൈയും പണ്ടങ്ങാട് കമറ്റി ഇരുന്ന് പറഞ്ഞിട്ട് എക്സും വൈയും വന്നിരുന്നു. അവിടെ കല്യാണമായിരുന്നു. കല്യാണം പാലക്കാട് കല്യാണം അവസാനം ഞങ്ങൾ ചെറു കൂടി അതെ നിങ്ങൾ തെക്കൻ കീഴിൽ അങ്ങനെ ആയിരിക്കും. ഇത് വടക്കൻ കീഴിലാണ്. ഞങ്ങൾ പെണ്ണിനെ ആളുകൾ തീരുമാനിക്കും എവിടെ വേണമെന്ന്. മണ്ഡപം ഇവിടെ തന്നെ മതി. എനിക്ക് ഈ മോള് മാത്രമല്ല എനിക്ക് ഈ മോള് മാത്രമല്ല എനിക്ക് ഈ മോള് മാത്രമല്ല എനിക്ക് ഈ മോള് മാത്രമല്ല എനിക്ക് ഈ മാത്രം. ജാക്കി ചാന്റെ ഫിലിമിന്റെ അവസാനം കാണിക്കുന്നതുകൊണ്ട് നമുക്ക് അതാണ് എനിക്ക് ഈ മൂത്രം Ha ha ha!
എനിക്ക് ഒന്നാമത് തിരുവനന്തപുരത്തുകാരെ പെണ്ണുങ്ങളെ പേടിയാണ്. എന്റെ ഭാര്യ കിടക്കും. എന്റെ അമ്മ ഇത് കൊടുത്ത് കയറ്റിക്കളല്ലേ. ഇതായാലും അവസാനം കഴിഞ്ഞാൽ ജെസ്സി ഇവിടെ ഞാൻ പ്രശ്നം പറയാം.